കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ല. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മറുപടി പറയുമ്പോൾ അതിൽ പറയുന്നത് തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ല, മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാനായിരുന്നത്, ഔദ്യോഗികമായി ധനമന്ത്രി എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് താൻ ചെയ്തതെന്നാണ് ഐസക് പറയുന്നത്. എങ്ങനെയാണ് കാണേണ്ടത്? രഞ്ജിനി, ഇതിൽ സാങ്കേതികമായ രീതിയിലുള്ള ഒരു വിശദീകരണം, അതായത് കിഫ്ബി ഇത്ര അംഗങ്ങളുണ്ട്, ഇത്ര ആളുകളുണ്ട്, ഒരു കൂട്ടായ തീരുമാനം ആണ് ഇത് എടുക്കുന്നത്, ഒരിക്കലും തന്നിലേക്ക് മാത്രം ഈ നോട്ടീസ് ചുരുങ്ങുന്നു, അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് അതിൽ കിഫ്ബി ബോർഡ് സംബന്ധിയായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തതയോടുകൂടിയാണ് ഇപ്പോൾ തോമസ് ഐസക് മറുപടി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇപ്പം നമുക്കറിയാം, 4ാമത്തെ നോട്ടീസാണ് ഇത് തോമസ് ഐസക്കിന് വരുന്നത്. ആദ്യ 2 നോട്ടീസുകൾക്ക് മറുപടി ഹൈക്കോടതിയിലേക്ക് ചെല്ലുകയും തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എന്നെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയും അത് ശരിവെച്ച സാഹചര്യത്തിൽ ഇഡിക്ക് നോട്ടീസ് മടക്കേണ്ടി വന്നു. അതിനുശേഷം അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും ഈ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിൽ 2ാമത്തെ നോട്ടീസിനാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. നിയമവിദഗ്ധരുമായി ആലോചിച്ച് മറുപടി നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 7 പേജുള്ള മറുപടി തോമസ് ഐസക് നൽകിയിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് കിഫ്ബി എന്ന അതിൻ്റെ ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്, ആ രീതിയെക്കുറിച്ചാണ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ അതിൽ ഒരാളുടെ മാത്രം ഒരു തീരുമാനമല്ല. തനിക്ക് നോട്ടീസ് തുടർച്ചയായി വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മറുപടി നൽകുന്നത്. 17 അംഗങ്ങൾ ഇതിലുണ്ട്, മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഒരു അധ്യക്ഷനായി വരികയും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. തോമസ് ഐസക് ഈ സാങ്കേതികമായ അവർക്ക് മുന്നിലേക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം നിലനിൽക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. അതുമാത്രവുമല്ല, ഇഡി അടുത്തൊരു നീക്കം നടക്കുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇഡി ഈ കാര്യങ്ങൾ തോമസ് ഐസക് പൊതുവെയും ഈ ഇഡിയുടെ നടപടികളോട് നിരാകരിക്കുകയാണ്, ഇഡിയുടെ നടപടികളോട് സഹകരിക്കുന്നില്ല. തങ്ങളൊരു അന്വേഷണ ഏജൻസിയാണ്, അതിനോട് ഒരു സഹകരണവും കാണിക്കുന്ന രീതിയിലല്ല തോമസ് ഐസക് നാളിത്ര കാലവും മുന്നോട്ട് പോകുന്നതെന്നാണ് ഇഡി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇഡിയും സമാനമായ രീതിയിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയാണ് വളരെ സജീവമായി നിലനിൽക്കുന്നത്. കാരണം കോടതിക്ക് മുന്നിലേക്ക് തോമസ് ഐസക്കും എത്തും എന്ന് തന്നെ ഇഡിയും കണക്ക് കൂട്ടുന്നു. തോമസ് ഐസക് കോടതിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു സാവകാശം തോമസ് ഐസക്കിന് ലഭിക്കും. അതേ മാതൃകയിൽ തന്നെ കോടതിയിലേക്ക് എത്തുകയും ഈ കാര്യങ്ങൾ തന്നെ നിലവിൽ മസാല ബോണ്ട് വിഷയത്തിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചതിന് ഇഡി സമാഹരിച്ചിട്ടുള്ള, ഇഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കാനും ഇഡി ലക്ഷ്യമിടുന്നുണ്ട്. ആ രീതിയിലേക്ക് ഇഡിയും തോമസ് ഐസക്കും ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ മറുപടിയും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.